ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്നും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന സമരം ആര് വിചാരിച്ചാലും തീർക്കാൻ കഴിയില്ല എന്ന് മന്ത്രി MP രാജേഷ് സഭയിൽ പറഞ്ഞു. സമരം ന്യായമാണെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നും പ്രതിപക്ഷം നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ആശാ വർക്കർമാരുടെ നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന സബ്മിഷന് മറുപടി പറയുമ്പോഴാണ് സർക്കാർ നിലപാട് ആവർത്തിച്ചത്. ആശാ വർക്കർമാരുടെ ഉറപ്പായ വേതനത്തിൽ 8200 രൂപയിൽ സംഭാവന ചെയ്യുന്ന സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുകയും തൊഴിലാളിയായി അംഗീകരിക്കാത്ത കേന്ദ്രത്തിനെതിരെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു. ഇത് രാഷ്ട്രീയമാണ്. കേന്ദ്രത്തിന് വേണ്ടി സംഘടിപ്പിച്ച സമരമാണിതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി MP രാജേഷ് ആരോപിച്ചു. രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു സമരത്തെ നമ്മൾ ആര് ശ്രമിച്ചാലും അത് പരിഹരിക്കാൻ പറ്റില്ല. ലക്ഷ്യം രാഷ്ട്രീയമല്ല, ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നത് പരിഹരിച്ചു കഴിഞ്ഞു. അപ്പോൾ സർക്കാരിന്റെ പിടിവാശിയല്ല, സമരക്കാരുടെ പിടിവാശിയാണ്. സമരക്കാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പിടിവാശി ഉപേക്ഷിച്ചാൽ ഈ സമരം പരിഹരിക്കാവുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തിൽ ആളുകൾ കുറവാണോ എന്ന് അന്വേഷിക്കാതെ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ശ്രമിക്കേണ്ടതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാദം. സമരത്തെ തള്ളിപ്പറയാനും പുച്ഛിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഈ സമരം ന്യായമായ ആവശ്യമാണ്. ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം. അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചല്ല വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നേടിയ സംബന്ധിച്ച വിവാദത്തിലും സർക്കാരും പ്രതിപക്ഷവും നിലപാട് വ്യക്തമാക്കി. 18-ാം തീയതി തന്നെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു എന്നതാണ്. 18-ാം തീയതി തന്നെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു, കിട്ടിയില്ല. അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല ആ കേന്ദ്ര ആരോഗ്യമന്ത്രിയെങ്കിൽ അതൊരു ശരിയായ സമീപനം അല്ല എന്ന് ഞങ്ങൾ പ്രതികരിക്കുകയുണ്ടായി. അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോയാൽ അത് മന്ത്രിയാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടത്. ആശാ വർക്കർമാരുടെ സമരത്തിൽ സർക്കാർ നിഷേധ നിലപാട് സ്വീകരിക്കുമെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 24 തിരുവനന്തപുരം.